ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ശരിക്കും വീഡിയോസിനൊക്കെ ഒരു ക്ഷാമമായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അല്ലാതെയും കുറച്ച് പണികളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലാണ്. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇപ്പോൾ കല്യാണിയും കൂടി ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ അവളുടെ പുറകെ നടക്കാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു പണിയാണ്. ഞാനും കണ്ണനും ശരിക്കും എന്താ പറയുക, കണ്ണൻ വലഞ്ഞു പോയല്ലേ. കണ്ണനോട് ഇരുന്ന് കല്യാണിയുടെ കാര്യം പറയുമ്പോൾ കണ്ണൻ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ കല്യാണിയുടെ കാര്യം പറയണ്ട കേട്ടോ, കുഞ്ഞിക്കുറുമ്പ്. അപ്പോൾ ഞാൻ കല്യാണിന്ന് മാത്രമല്ല, അവളുടെ ഒരു ഏജിലുള്ള കുട്ടികളൊക്കെ എന്ന് പറയുന്നതും അവർ സ്കൂളിൽ പോയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയേണ്ടി വന്നിരുന്നില്ല. പക്ഷെ അവരുടെ ഒരു പ്രായത്തിൻ്റെ കുറുമ്പൊക്കെ എപ്പോഴാണെങ്കിലും അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് നമുക്കിപ്പോൾ വീട്ടിലുള്ളപ്പോഴാണ് ശരിക്കും അറിയുന്നത്. ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോൻ്റെ വോയിസ് കൊടുക്കുന്ന സമയത്ത് പോലും ആളിപ്പോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് നടക്കില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ വന്നിട്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ ഇതിന് വോയിസ് പോലും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, പല ദിവസങ്ങളിലെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാലേ, നമ്മൾ അങ്ങനെ വിളക്ക് വയ്ക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ പൊടി പിടിച്ച്, മിക്കപ്പോഴും പൊടി പിടിച്ച് തന്നെയൊക്കെ എടുക്കാറ്. നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ പൊടി അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും അവിടെ ഇങ്ങനെ പൊടി ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് അസ്വസ്ഥതയാണ്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു കുറേ സമയം അതിന് വേണ്ടി പോവും. അപ്പോൾ സത്യം പറഞ്ഞ സമയം ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അന്നൊരു ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അന്നൊരു ദിവസം ഞാനിതിങ്ങനെ അതിന് വേണ്ടി തന്നെ സമയം മാറ്റി വെച്ചു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നിന്നു. പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, കൃഷ്ണൻ്റെ വിഗ്രഹം ഒരെണ്ണത്തിലും കൂടുതലൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അത്രയും വലിയ ബുദ്ധിമുട്ടുകളാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കൃഷ്ണ വിഗ്രഹം നമുക്ക് കളയാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ, എൻ്റെ കയ്യിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. ആദ്യം ഞാനിങ്ങനെ ചെറിയൊരു വിഗ്രഹം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെ വേണമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് ഫൈബറിൻ്റെ, നമ്മൾ ഗുരുവായൂരിന്നൊക്കെ അത് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ കണ്ണന്. അപ്പോൾ അത് നമുക്ക് കളയാൻ പറ്റില്ല. പിന്നെ ഞാൻ വലിയതെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നീട് കണി വയ്ക്കാനായിട്ട് വലിയതൊരെണ്ണം വേണമെന്നുള്ളൊരാഗ്രഹത്തിൽ അങ്ങനെ മേടിച്ചതാണ്. കൃഷ്ണ വിഗ്രഹമല്ലേ, നമുക്ക് എന്താ പറയുക, ചിലർ പറയും ഇങ്ങനെ പൊട്ടി വിഗ്രഹങ്ങൾ വെക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും പൊട്ടൽ പറ്റിക്കഴിഞ്ഞാൽ വല്ല കുളത്തിലോ പുഴയിലോ എന്തെങ്കിലും കൊണ്ടൊഴുക്കി കളയണം, വീട്ടിൽ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെനിക്കറിയില്ല, ആരൊക്കെ എന്തോ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ അങ്ങനെ വൃത്തിയൊക്കെ ആക്കി വിളക്കൊക്കെ വെച്ച സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ എന്തൊരു സ്ഥലമാണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നല്ല വൃത്തിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക, എക്സ്ട്രാ ഓരോ പണികൾ ചെയ്യുക. ഉച്ചയ്ക്കൊന്നും കെടുക്കുക എന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പണിയും കൂടി ഉണ്ട്, 1-2 ഓർഡറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. രാവിലെ തന്നെ കല്യാണിയുടെ കൂടെ യുദ്ധമാണ്. അവളെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ്. അതിപ്പോൾ ഞാൻ കല്യാണിയുടെ കാര്യം മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെ അവരറിയുന്നില്ല എന്ന് തോന്നുന്നു വിശപ്പിൻ്റേത്. നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ വിശപ്പൊന്നും അല്ലല്ലോ, ദാഹമല്ലേ മെയിനായിട്ട്. ഫുഡ് കഴിക്കണം എന്നൊന്നും ആർക്കുമില്ല, നമുക്ക് കുറേ വെള്ളം കുടിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവളെ ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ കുറച്ച് നേരം എൻ്റെ പോകട്ടെ, കണ്ണന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണിക്ക് കൊടുക്കാനൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാൻ കണ്ണന് കൊടുക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മുടെ എല്ലാ വീഡിയോസുകളിലും കണ്ണന് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റേഷൻ ആവണ്ടെന്ന് കരുതിയിട്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണിക്ക് ചില സമയത്തൊക്കെ അവളുടെ നല്ല മൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാരിയൊന്നും കൊടുക്കേണ്ട, ആൾ തന്നെ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ ചില സമയത്ത് അമ്മ വാരി തന്നാലേ കഴിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള കുഞ്ഞു വാശികളൊക്കെയാണ് കേട്ടോ ആൾക്ക്. പിന്നെ എന്താ പറയുക, അവളും കുഞ്ഞിതല്ലേ. അപ്പോൾ അവളുടെ കുഞ്ഞു വാശികൾക്കൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് തന്നെ വിചാരിക്കണം അല്ലേ. പിന്നെ ഇങ്ങനെ വീട്ടിലത്തെ പണികൾ കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവുന്നുണ്ട്. അവൾക്ക് സ്കൂളിലൊന്നും പോകണ്ടാത്തത് കാരണം നമ്മൾ ചിലപ്പോൾ എണീക്കാൻ വൈകും. പിന്നെ രാവിലത്തെ പലഹാര പരിപാടി, അത് കഴിഞ്ഞ് ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇവരുടെ കുളിപ്പിക്കലും അടിക്കലും തുടയ്ക്കലും അങ്ങനെയുള്ള പരിപാടികളിലേക്ക് കിടക്കുക. അപ്പോൾ കണ്ണനെ എണ്ണ തേപ്പിച്ച് കിടത്തി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. കറിക്കുള്ളതൊക്കെ ശരിയാക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണന് എണ്ണ തേച്ച് കെടുത്തൽ
ചില സമയത്തൊക്കെ ഉള്ളൂ കേട്ടോ, എന്നൊന്നും പറയാൻ പറ്റില്ല. ആൾക്ക് ഇങ്ങനെ എണ്ണ തേച്ച് കുറേ നേരം കിടക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടല്ലോ, എണ്ണ തേച്ചിട്ട് വയർക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് എനിക്ക് ഓടാൻ തോന്നുമല്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയാണല്ലോ. എന്നാലും വെറുതെ ചെറിയ രീതിയിലൊന്ന് തൊട്ട് പുരട്ടിയൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ ഞാൻ അവന്. പിന്നെ എണ്ണ പറ്റുമ്പോൾ നമുക്ക് ദേഹത്തിനും തലയ്ക്കൊക്കെ ഒരു തണുവും കിട്ടുമല്ലേ. നമ്മൾ എണ്ണ തേക്കാണ്ടൊക്കെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയൊക്കെ അങ്ങോട്ട് ചൂടെടുത്ത് പെരുക്കുമല്ലേ നമുക്ക്. അപ്പോൾ അതും ആലോചിക്കുമ്പോൾ എണ്ണ തേക്കുന്നത് നല്ലതുമാണ്. അപ്പോൾ അങ്ങനെ അവന് എണ്ണ തേച്ച് അവൻ്റെ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇങ്ങനെ എല്ലാ ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, മിക്ക ദിവസങ്ങളിലും ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ണൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, ആൾക്ക് ചെരിഞ്ഞ് കിടക്കുക കമിഴ്ന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. ആൾക്ക് ഇഷ്ടമല്ല ചെരിഞ്ഞും കമിഴ്ന്നും കിടക്കുന്നത്. ആൾക്ക് എപ്പോഴും ഇങ്ങനെ മലർന്ന് കിടക്കുക, അതാണ് ആൾക്ക് ഇഷ്ടം. പക്ഷേ അങ്ങനെ എപ്പോഴും മലർന്ന് കിടന്നു കഴിഞ്ഞാൽ അവനിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അവനെ കമഴ്ത്തിയിട്ടും ചെരിച്ചിട്ടൊക്കെ കിടത്താറുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ കമഴ്ത്തിയും ചെരിച്ചൊക്കെ ഇടുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കി. പക്ഷെ ഇപ്പം അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഇപ്പം കണ്ടില്ല അവിടെ കമഴ്ത്തി ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് വേണം കേട്ടോ, ഞാൻ അടുത്തുനിന്ന് നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കിടക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം അച്ഛൻ വീട്ടിൽ നിന്ന് പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടെ വീട്ടിൽ പയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിപ്പം ഞാനിങ്ങനെ കണ്ണനോട് പറയാം, ഒരു പയറിൻ്റെ തന്നെ വലിപ്പം കാരണം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒന്നും കിട്ടിയെന്ന് വരില്ല. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ വളങ്ങൾ മാത്രമൊക്കെ ഇട്ടിട്ട് അച്ചാച്ചൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ചേലൂർ പാടത്ത് എല്ലാ വേനലിലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ നടത്താറുണ്ട്. അച്ഛന് സമയമില്ല, രാവിലെ പോകുന്നതിൽ മുൻപ് ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെയാണ്. വൈകുന്നേരം പിന്നെ ആൾക്ക് ഒട്ടും സമയമില്ല. ആൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 11 മണി 12 മണിയൊക്കെ ആകും. അപ്പോൾ രാവിലെ പോകുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കിട്ടുന്നതിനേക്കാളും ഉപരി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ കുറച്ച് നേരം ഒന്ന് കളക്കുക, എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാ വർഷവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ പയറും. പിന്നെ അവിടെ ഫ്രണ്ടിൽ നമ്മുടെ പാടത്ത് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ. അപ്പോൾ ഞാൻ പയർ ഈ വക നന്നാക്കലും നുറുക്കലും കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്ത് വെക്കുന്നതാണ് എൻ്റെ പതിവ്. കല്യാണി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ, നേരം പോവുകയെങ്കിലും ചെയ്യും രാവിലെ ഇതൊക്കെ ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അന്ന് എന്നും രാവിലെ തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും അരിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ഫോൺ കൊടുക്കുന്നതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് കല്യാണിക്ക്. പക്ഷെ രാവിലെ തന്നെ പണികൾ നടക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ എനിക്ക് ഫോൺ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അതെൻ്റെ നിവർത്തികേടാണ് കേട്ടോ. അതിങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഒരു പണി എടുക്കാൻ പറ്റില്ല. അവളിങ്ങനെ പുറകെ നടന്നിട്ട് അവളുടെ ഓരോ ആവശ്യങ്ങളാണ്. ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫോണാണെങ്കിൽ ഇപ്പോൾ ടി വി ഒന്നും കാണുന്നതിനോട് താല്പര്യമില്ല. ഇപ്പോൾ ആൾ ഫോൺ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറകെ നടന്നിട്ട് അമ്മ എനിക്കത് വേണം, അമ്മ എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ ഉള്ള സമയമൊക്കെ ഇങ്ങനെ. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ടാവും ദിവസത്തിലേ. അപ്പോൾ ഇങ്ങനെ ഇവളുടെ പുറകെ തന്നെ കുറേ സമയം പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞാലും ചിലപ്പോൾ എൻ്റെ പണികളൊന്നും കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പോൾ തന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ അടിച്ച് വാരലും കാര്യങ്ങളൊക്കെ അടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ആ ഒരു കുതിര പോലത്തെ അത് എത്രയോ കുറേ വർഷങ്ങളെത്തിയ സാധനമാണ് കേട്ടോ അത്. അപ്പം അത് വേണം അവൾക്ക്. അത് പൊടി തട്ടിത്തായോ എനിക്ക് അതിലിന്ന് കളിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പറഞ്ഞിട്ട് ഞാൻ ആ നേരമില്ലാത്ത നേരത്ത് തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ പൊടി തട്ടാനും അങ്ങനെയൊക്കെ ഇരുന്ന് അതൊക്കെ. അപ്പം വിചാരിച്ച് കുറച്ച് നേരം അതൊന്ന് റെഡിയാക്കി പൊടിയൊക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതുമ്പോൾ കിടന്ന് കളിച്ചോളൂല്ലോ. അപ്പോൾ ആ നേരം നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് അത് നേരമില്ലാത്ത നേരത്ത് വൃത്തിയാക്കാനായിട്ട് നിന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി വന്നാൽ 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഒന്നിലും ആളങ്ങനെ നിൽക്കില്ല. അപ്പോൾ നമ്മളില്ലാത്ത നേരത്ത് ഓരോന്ന് ചെയ്തു കൊടുക്കും. അതൊക്കെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ആൾക്ക്. പൊടിയൊക്കെ തട്ടിക്കൊടുത്ത് കുറച്ച് നേരത്തേക്കൊക്കെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കളി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി കുറേ നേരത്തേക്ക് കല്യാണിയുടെ കാര്യം നോക്കണ്ട, അതും ഇരുന്നോളും, സമാധാനമായി എന്നൊക്കെ കരുതും. ഇല്ല കേട്ടോ, 5 മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് അമ്മേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകിൽ വരും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്യാണിക്ക് ഇപ്പോൾ ഇങ്ങനെ ചിപ്സ് ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല, സ്നാക്സ് ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ആൾക്കൊരു വിശപ്പുമാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തായോ അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ പിന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും ഇൻട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ ഞാനൊരു ദിവസം മറ്റേ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളല്ലേ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ അവന് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാത്ത പലഹാരങ്ങളൊന്നുമില്ല കേട്ടോ.
എല്ലാതും ഇങ്ങനെ അടയാണെങ്കിലും കൊഴുക്കട്ടയാണെങ്കിലും പത്തിരി ചപ്പാത്തി നൂലപ്പം എല്ലാവൊക്കെ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. കല്യാണി അംഗനവാടിയിൽ പോയിരുന്ന സമയത്ത് പോലും ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അവൾക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യം ഇല്ലാണ്ടായി തുടങ്ങി. അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കൽ നമ്മുടെ വീട്ടിൽ ഇല്ലാണ്ട് തന്നെ ആയത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഫെജിയിൽ പോയിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ തൃശ്ശൂർ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പോകുമ്പോൾ എന്നെ അവിടെ ആർക്കും അറിയില്ല കേട്ടോ. പക്ഷേ കണ്ണനെയും കൊണ്ട് പോയപ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിരുന്നു. ഒരുപാട് പേരെ കണ്ടു. എനിക്കപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അവിടുത്തെ കടയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരായിരുന്നു. ഇവിടെ എന്നിട്ട് പരിപാടി ഒരുങ്ങണ നോക്കട്ടെ, നോക്കട്ടെ ഒരുങ്ങി നോക്കട്ടെ. ഒരുങ്ങണില്ലേ? നോക്കട്ടെ ഒരുങ്ങിയാണോ നോക്കട്ടെ, ഭംഗിയായോ നോക്കട്ടെ. ഇല്ല ഇനി കണ്ണ് എഴുതണം, പൊട്ട് കുത്തണം, മുടി കെട്ടണം. അല്ല ശിവാനിയെ ഭംഗിയായിട്ടില്ല കല്ലൂനെ നോക്കട്ടെ. നോക്കിയൊന്ന് അവളെ. ശിവാനി ഭയങ്കര പണിയില്ല. ശിവാനിയെ കല്ലൂനെ നോക്കിയൊന്ന്. ഭംഗിയായോ അവള്? ഇല്ല അല്ലേ കല്ലു, നീ ഭംഗിയായില്ലത്. മുടി ഇരിയാ പോരെ, കെട്ടണം അല്ലേ? അത് ആൻറ്റി മുടി കെട്ടണതാ പനാ. അത് ആൻറ്റി രാത്രിയിലേ മുടിയൊക്കെ പോക്കി ഒരു കുടുംബി പോലെ ഇങ്ങനെ കെട്ടി വയ്ക്കും. ആ ബണ്ണാണത്. എല്ലാത്തിൻ്റെ ഓരോന്നൊക്കെ കാണുള്ളൂ ശിവാനിയെ. ഈ കല്യാണിയൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ നോക്കുമ്പോൾ മുറ്റടിക്കുമ്പോൾ മുറ്റത്തൊക്കെ കിടക്കണ കാണാം ഓരോന്ന്. മുറ്റത്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അത്രയ്ക്കുണ്ട് സൂക്ഷിപ്പ്. ഓരോ പ്രാവശ്യം ഞാൻ അടക്കി ഒതുക്കിയൊക്കെ വെച്ച് കൊടുക്കും. കുറേ കഴിയുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അണ്ട പോലത്തെ അത് നോക്കട്ടെ, അണ്ട പോലത്തെ. അണ്ട പോലെ തന്നെയാണ്, അണ്ട പോലെ തന്നെയാണ്. അതിൻ്റെ ഒരെണ്ണം എന്താ അവിടെ ഉണ്ട് യെല്ലോ, അത് ദേ അതിൻ്റെ അത് പൊട്ടിപ്പോന്നു. അതേ സെയിമാണ് ആ മജന്ത. അതിൻ്റെ ഒരെണ്ണം കാണാല്ലേ ഒക്കെ. ഇതാ അവിടെ മജന്ത കിടക്കുന്നുണ്ട് സെയിം യെല്ലോൻ്റെ പോലെ തന്നെ. ഒന്നും കാണില്ലല്ലോ. അതന്നെ. എന്തിൻ്റെ കളറ്? എന്തിൻ്റെ കളറ്? ഇത് വെച്ചോ. കുറേ ചെമ്പരത്തിപ്പൂ വിരിയട്ടെ അല്ലേ തലയിൽ. പിന്നെ ഇപ്പോൾ വിഷുവിൻ്റെ തിരക്കുകളൊക്കെ ആയില്ല എല്ലാവിടെയും. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ തിരക്കിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. ടാറ്റാ.